പൂർവ്വം ക്ഷണിക്കുന്നു. ഏറ്റവും ആദരവ് നിറഞ്ഞ നമ്മളുടെ നായകനും മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷനുമായ PK അബ്ദുള്ള സാഹിബ്, ഈ നിയോജക മണ്ഡലത്തിലെ മുസ്ലിം ലീഗിൻ്റെ ഊർജ്ജസ്വലമായ കമ്മിറ്റിക്ക് നേതൃപരമായ പങ്ക് വഹിക്കുന്ന ഏറെ ആദരണീയനായ നിയോജക മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട സലാം സാഹിബ്, ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ ആവേശോജ്വലമായ പ്രസംഗങ്ങൾക്ക് നാം കാതോർത്തിരുന്ന പ്രിയപ്പെട്ട ലീഡർ ഷാഹുൽ ഹമീദ് സാഹിബ്, നമ്മുടെ ഈ വേദിയിൽ അതിഥിയായി എത്തിയ ദേശീയ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഉപാധ്യക്ഷൻ പ്രിയ സുഹൃത്ത് അഡ്വക്കേറ്റ് ഷിബു മീരാൻ സാഹിബ്, പ്രിയപ്പെട്ട ഗഫൂർ ക, സമദ് ക, സക്കീന തക്കയിൽ പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കന്മാർ, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, ഈ സംഗമത്തിൻ്റെ അധ്യക്ഷൻ ഷഫിൻ അഹമ്മദും അറക്കൽ നസീഫും, സുബൈർ തക്കയിലടക്കമുള്ള അഷ്ഫാഖും മുബീനും അടക്കമുള്ള സഹപ്രവർത്തകർ, സംസ്ഥാനത്തെ എല്ലാ യൂണിറ്റുകളിലും വളരെ ആവേശത്തോടുകൂടി ശാഖാ സംഗമങ്ങൾ നടന്നു വരികയാണ്. ഒരു വിദ്യാർത്ഥി സംഘം എന്ന തരത്തിൽ കാലോചിതമായ രാഷ്ട്രീയം വിദ്യാർത്ഥികളോട് സംവദിച്ച് ആധികാരികമായാണ് MSF സമ്മേളനത്തിലേക്ക് നടന്നു പോകുന്നത്. നമ്മളോട് സംസാരിക്കാൻ ഇവിടെ എത്തിയ പ്രിയപ്പെട്ട സുഹൃത്ത് റാഷിദ് സബാനും വേദിയിൽ വന്നിരിക്കുന്നു. സംഘാടകർക്ക് വേണ്ടി സ്വാഗതം പറയുകയാണ്. MSF അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മെമ്പർഷിപ്പ് എണ്ണത്തിലെത്തിയ ഒരു കാലമാണിത്. നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് PK നവാസിൻ്റെയും സഹപ്രവർത്തകരുടെയും നേതൃപരമായ ഇടപെടലും ഓരോ ശാഖകളെയും MSF പ്രവർത്തകരുടെ നിതാന്ത ജാഗ്രതയോടുകൂടിയുള്ള പ്രവർത്തന ശൈലിയും ഈ കാലങ്ങളിൽ നമ്മൾ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യങ്ങളും ചേർത്ത് വെച്ചാണ് നമ്മൾ ഈ സമൂഹത്തിൽ വിദ്യാർത്ഥികൾക്ക് മെമ്പർഷിപ്പുമായി വീടുകളിൽ കയറിയിറങ്ങിയത്. ഈ സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാർത്ഥികളും സംഘടിച്ച് ഈ സംഘബോധത്തിൻ്റെ കൂടെ ഉണരുവിൻ, ചേർന്ന് നിൽക്കുവിൻ എന്ന് പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിലെ മുഴുവൻ ശാഖകളിലെയും വിദ്യാർത്ഥികൾ ഓരോ പുതിയ നവാഗതരെ പോയി കണ്ട് നമ്മുടെ മെമ്പർഷിപ്പ് കൈമാറുമ്പോൾ നമുക്കൊരു വിശ്വാസമുണ്ടായിരുന്നു. അത് ഈ കാലത്ത് വിദ്യാർത്ഥികൾക്ക് പിടിക്കാൻ ആത്മവിശ്വാസത്തോടെ ചേർത്ത് വെക്കാൻ കഴിയുന്ന ഒരു പതാക, അത് MSF എന്ന ബോധ്യം നമുക്കുണ്ട്. വിദ്യാർത്ഥികളുടെ അവകാശ പോരാട്ടങ്ങളിൽ കൂടെ നിന്ന പ്രസ്ഥാനം, അവരുടെ പ്രതിസന്ധികളിൽ ചേർത്ത് വെക്കാൻ പഠിപ്പിച്ച ഒരു പ്രസ്ഥാനം, വിദ്യാർത്ഥികളുടെ പോരാട്ടങ്ങൾക്ക് മുമ്പിൽ ക്യാമ്പസുകളിലും വഴിയോരങ്ങളിലും ചേർത്ത് വെക്കാൻ ഒരു പതാകയുണ്ടെങ്കിൽ, സർക്കാരിനോട് പോരാട്ടങ്ങൾക്ക് മുമ്പിൽ മടിയില്ലാതെ നോ പറയാൻ ഒരു പ്രസ്ഥാനമുണ്ടെങ്കിൽ, അത് MSF എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ ക്യാമ്പയിൻ ആരംഭിച്ചത്. ഈ ക്യാമ്പയിൻ്റെ മുദ്രാവാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഐക്യം, അതിജീവനം, അഭിമാനം എന്ന ചേർത്തുവെപ്പാണ് ഞങ്ങൾ ഈ സംസ്ഥാനത്തെ മുഴുവൻ ക്യാമ്പസുകളിലേക്കും വിദ്യാർത്ഥികളിലേക്കും ഈ സംഘബോധത്തിൻ്റെ പുതിയ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ്റെ ഭാഗമായി ഞങ്ങൾ പ്രഖ്യാപിച്ച മുദ്രാവാക്യം. ആ മുദ്രാവാക്യത്തിന് കാലങ്ങളുടെ പഴക്കമുണ്ട്. ഞാൻ സംസാരിക്കുന്ന ഈ നാടിനൊരു പ്രത്യേകതയുണ്ട്. ചേർത്ത് വെച്ച് രാഷ്ട്രീയം പറയേണ്ടതാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാടും നഗരവും ഈ സാഹചര്യത്തിലേക്ക് നടന്നെടുക്കുന്നതിന് മുമ്പുള്ള ചരിത്രം അന്വേഷിച്ചു പോവാനാണ് ഞങ്ങൾ MSFകാരോട് പറഞ്ഞത്. നിങ്ങളൊരു പക്ഷേ ഇവിടുത്തെ മുസ്ലിം യൂത്ത് ലീഗും മുസ്ലിം ലീഗും ഞങ്ങളുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ്റെ ഭാഗമായി നടന്ന പ്രവർത്തനത്തെ ഒരുപക്ഷെ നോക്കിക്കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞങ്ങളുടെ ആപ്ലിക്കേഷനിൽ ഒരു പ്രത്യേകമായ ഒരു കോളമുണ്ട്. ആ കോളത്തിൽ 60 ചോദ്യങ്ങളാണുള്ളത്. ആ 60 ചോദ്യങ്ങൾ
ആ നാടിന്റെ ചരിത്രം അന്വേഷിക്കുവാനുള്ള ചോദ്യങ്ങളാണ്. ആ ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ അന്വേഷിച്ചു പോകുന്ന ഒരു വിദ്യാർത്ഥിക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ നാടും നഗരവും ഉണ്ടാക്കിയെടുത്ത ഈ പതാകയാൽ നമ്മൾ സാധ്യമാക്കിയ ഔന്നത്യമുള്ള ഒരു ചരിത്രമാണ് നമ്മളെ പഠിപ്പിക്കാൻ പോകുന്നത്. ഈ 60 ചോദ്യങ്ങൾ കേരളത്തിലെ മുഴുവൻ ഗ്രാമങ്ങളിലും ഈ മുസ്ലിം ലീഗ് പ്രസ്ഥാനം പഠിപ്പിച്ച രാഷ്ട്രീയത്തിന്റെ ചിത്രമാണ് ഞങ്ങൾ ഈ വിദ്യാർത്ഥികളെ ഓർമ്മപ്പെടുത്താൻ പോകുന്നത്. നമ്മുടെ പ്രദേശങ്ങളിൽ ആണിക്കീറാറില്ലേ പ്രിയപ്പെട്ടവരെ? നമ്മുടെ പ്രദേശങ്ങളിൽ ഓരോ സ്ഥാപനങ്ങൾ ഉയർന്നു വരാറില്ലേ? റോഡുകൾ ഉണ്ടാവാറില്ലേ? സ്ഥാപനങ്ങൾ ഉണ്ടാവാറില്ലേ? എല്ലാത്തിൻ്റെയും പിറകിൽ കൈകൾ ചേർത്ത് വെച്ച മഹാരഥന്മാരായ ഇന്നലെ നേതാക്കന്മാരെ അന്വേഷിക്കുകയാണ് പുതിയ കാലത്തെ വിദ്യാർത്ഥികൾ. MSFന്റെ ഈ പദ്ധതിയുടെ ഭാഗമായി ഞങ്ങൾ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് എൻ്റെ ദേശത്തിന്റെ കഥ എന്നത്. ഈ ദേശത്തിന്റെ കഥയിൽ ഓരോ MSFകാരനും ഈ രാജ്യത്തോട്, സമൂഹത്തോട് വിളിച്ചു പറയാൻ കഴിയുന്ന രാഷ്ട്രീയം, ഞങ്ങൾ ഈ നാടിന്റെ നിർമ്മാണാത്മകമായ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഒരുമിച്ചിരുന്ന പദ്ധതിയുടെ പേരാണ് മുസ്ലിം ലീഗ് എന്നത്. ഞങ്ങൾ മാറി നടന്നല്ല, ഏതെങ്കിലും വിഭാഗത്തിന് വേണ്ടി മാത്രം രാഷ്ട്രീയപരമായ ഔന്നത്യം ഉണ്ടാക്കാനല്ല, വിദ്യാഭ്യാസം നേടിയെടുക്കാൻ വേണ്ടിയല്ല, എല്ലാവർക്കും, ഈ നാട്ടിൽ ജീവിക്കുന്ന സാധാരണക്കാരായ മനുഷ്യർക്കൊക്കെയും ഈ പതാക ചേർത്തുണ്ടാക്കിയ നേട്ടങ്ങൾക്കെല്ലാം ഭാഗമായിട്ടുണ്ട്. അതേതെങ്കിലും ഒരു മുസ്ലിമിനോ ഏതെങ്കിലും വിഭാഗക്കാരനോ മാത്രം അവകാശപ്പെട്ടതല്ല, എല്ലാവർക്കും ഈ പതാക ചേർത്ത് പിടിച്ചുണ്ടാക്കിയ നേട്ടത്തിന്റെ നിറകയിൽ നടന്നു പോകുമ്പോ ഞങ്ങളുടെ കൂടെ ഉണ്ടായിട്ടുണ്ട്. അത് ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്താനാണ് ഞങ്ങൾ ഈ പദ്ധതിയുടെ ഭാഗമായി എൻ്റെ ദേശത്തിന്റെ കഥ എന്ന പദ്ധതി ചേർത്ത് വെച്ചത്. അതിൽ പറയേണ്ടത്, എരഞ്ഞിയെങ്കിൽ ഗ്രാമത്തിന്റെ ഇന്നലകളെ അന്വേഷിച്ചു പോകുമ്പോ നമ്മൾ എണ്ണപ്പെടുന്ന ഈ സംസ്ഥാനത്ത് മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന നേതാക്കന്മാരുടെ പേരുകൾ വീണ്ടും എണ്ണാൻ പോവുകയാണ്. അവർ ജീവിതം കൊടുത്ത്, ജീവൻ കൊടുത്ത്, സമ്പത്ത് കൊടുത്ത് ഈ നാടിനെ സമർപ്പിച്ച പദ്ധതികൾ, സ്ഥാപനങ്ങൾ ഒരുപാടുണ്ട്. നമ്മൾ നിൽക്കുന്ന സ്ഥാപനങ്ങൾ ഒരുപാടുണ്ട്. ആ സ്ഥാപനങ്ങൾക്കൊക്കെ പിറകിൽ ജാഗ്രതയോടുകൂടി പതാക ഉണ്ടായിരുന്നു എന്ന ചരിത്രം നമ്മൾ ഈ സമൂഹത്തിൽ പറയേണ്ട കാലമാണെന്ന് MSF ചിന്തിക്കുകയാണ്. അത് മനോഹരമായി ഈ ശാഖാ കമ്മിറ്റി നിർവഹിക്കുമെന്ന വിശ്വാസം നമുക്കുണ്ട്. ലോകത്തെ കാലികമായ വ്യത്യസ്ത രാഷ്ട്രീയ സാഹചര്യങ്ങൾ MSFകാരൻ അന്വേഷിച്ചു പോവേണ്ട ഒന്നാണ്. നമുക്കറിയാലോ, ട്രംപ് വീണ്ടും അധികാരത്തിൽ വന്ന ഒരു ലോകമാണ്. അമേരിക്കയിൽ വീണ്ടും ട്രംപ് അധികാരത്തിൽ വരുമ്പോ അഭിപ്രായ വ്യത്യാസങ്ങൾ ആരാണ് നല്ലതെന്ന ചേർത്തുവെപ്പിനപ്പുറത്തേക്ക് നമ്മൾ ചില രാഷ്ട്രീയത്തെ അന്വേഷിച്ചു പോവേണ്ട ഒരു കാലമാണിത്. നമുക്കെല്ലാം അറിയുന്നത് പോലെ എലോൺ മസ്ക് എന്ന് പറയുന്നത് ലോകത്തെ സമ്പന്ന ശക്തിയുടെ മുഖമായി മാറി നിൽക്കുന്ന ഒരു പുതിയ കച്ചവടക്കാരനായി നമ്മൾ എണ്ണുകയാണ്. ആ എലോൺ മസ്കിന്റെ മകളെ ഒരു ദിവസം സമൂഹത്തിന് മുമ്പിൽ വന്ന് പറയുകയാണ്, ഞാൻ മകളല്ല, ഞാൻ എലോൺ മസ്കിന്റെ മകളല്ല, ഞാൻ എലോൺ മസ്കിന്റെ മകനല്ല, ഞാൻ നാളെ മുതൽ മകളാണ് എന്നാണ്. എനിക്ക് പ്രായമാവുമ്പോ 18 വയസ്സ് തികയുമ്പോ ഞാൻ ഏത് ജെൻഡർ എന്ന് പ്രഖ്യാപിക്കാൻ പോകുന്നത് ഞാൻ തന്നെയാണെന്ന സാമൂഹ്യ ബോധം, ഞാൻ തന്നെയാണ് എന്റെ ജെൻഡർ തിരഞ്ഞെടുക്കേണ്ടത് എന്ന ചിന്ത പകരുന്ന പുതിയ ചിന്തകൾ അമേരിക്കൻ മണ്ണിൽ സ്ഫോടനാത്മകമായ ചിന്തകൾ ഉണ്ടാക്കി. ലോകം കയ്യെറിഞ്ഞു വാങ്ങാൻ കഴിയുന്ന എലോൺ മസ്കിന് തന്റെ മകൻ മകളെന്ന് പ്രഖ്യാപിക്കുമ്പോ നോക്കി നിൽക്കേണ്ടി വന്നു. ഇത് അമേരിക്കയിലെ ഇടങ്ങളിൽ മാത്രം കാണുന്ന മാറ്റമല്ല, ലോകത്തെ എല്ലാ ക്യാമ്പസുകളിലും, ലോകത്തെ എല്ലാ ഇടങ്ങളിലും, എല്ലാ യൂണിവേഴ്സിറ്റികളിലും, എല്ലാ ഇടങ്ങളിലും അപകടകരമാവണ്ണം പുതിയ ചിന്തകൾ വരികയാണ്. ഞങ്ങൾ ആ ചിന്തയെ ചൂണ്ടിക്കാണിച്ചു MSFന്റെ സംസ്ഥാന സമ്മേളനത്തിൽ പറഞ്ഞത്, അങ്ങനെ ഒരു ചിന്ത കേരളത്തിന്റെ മണ്ണിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിക്കുന്നവർക്ക് മുമ്പിലേക്ക് തടയണയായി MSF ഉണ്ടാവുമെന്നാണ്. നമ്മളുടെ സ്വതന്ത്ര ചിന്ത എന്ന വാദം ഉയർത്തിക്കൊണ്ട് ക്യാമ്പസിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ചിന്തകളെ പാടില്ലെന്ന് പറയാൻ, നോ പറയാൻ ഞങ്ങൾക്ക് മടിയില്ല. സമ്പത്ത് കൈമുതലാക്കി ലോകം കീഴടക്കാൻ നടന്ന എലോൺ മസ്കിന് തന്റെ മകനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. ആ പോരാട്ടത്തിൽ ട്രംപിന്റെ കൂടെ എലോൺ മസ്ക് നിന്നതിന്റെ പിറകിൽ അന്വേഷിച്ചു പോയാൽ ഈ ചിന്തയുണ്ട്. നമ്മൾ അന്വേഷിക്കേണ്ടത് വോക്ക് വൈറസ് എന്ന ഐഡിയോളജിയാണ്. വോക്ക് വൈറസ് എന്ന ഐഡിയോളജി ഈ ലോകത്തെമ്പാടും കയറി പിടിക്കാൻ പോകുന്ന പുതിയ ചിന്തയാണ്. അത് അമേരിക്ക പിന്തള്ളാൻ പോകുന്ന ദിനങ്ങളാണ് കടന്നു പോകുന്നത്. മെല്ലെ 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 നമ്മുടെ രാജ്യങ്ങളിലും ക്യാമ്പസുകളിലും യൂണിവേഴ്സിറ്റികളിലും ഇത് വരും. ഇത് കുട്ടികളെ ബോധ്യപ്പെടുത്തേണ്ടത് നമ്മുടെ സാംസ്കാരികമായ ഔന്നത്യബോധത്തിന്റെ ഉത്തരവാദിത്തമാണ്. അത് മറന്നു പോകരുതെന്ന് MSF ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ക്യാമ്പസുകൾ, സ്കൂളുകൾ, അവർ വിദ്യാഭ്യാസം നേടിയെടുക്കുന്ന സാഹചര്യങ്ങളിലൊക്കെയും എവിടെയെങ്കിലും അവരുടെ ചിന്തകളിലേക്ക് ആസൂത്രിതമായി നമ്മളുടെ ചിന്തയെ വ്യതിചലിക്കാൻ പോകുന്ന സാഹചര്യത്തെ ഉണർത്തുന്ന ഏതെങ്കിലും ഇടപെടൽ ഉണ്ടെങ്കിൽ അതിനെ ചൂണ്ടിക്കാണിക്കേണ്ടത് നമ്മളാണ്. വിശ്വാസികളാണ് നമ്മൾ.
നമുക്കറിയാം നമ്മൾ മണ്ണിൽ നിന്നാണ് ഇത് വന്നത് എന്ന്. എന്നാൽ നമ്മൾ 6ാം ക്ലാസ്സുകാർ, ഇവിടെ ഇരിക്കുന്ന MSFകാർ, പഠിച്ചവരെല്ലാവരും നമ്മൾ പഠിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് വന്നതെന്ന് അന്വേഷണത്തിൽ കുരങ്ങിൽ നിന്നാണ് എന്ന് പഠിക്കാറുണ്ട്. നമ്മൾ ഉത്തരം എഴുതുമ്പോൾ കുരങ്ങിൽ നിന്നും മാറി മാറി വന്ന് മനുഷ്യനായി മാറിയതെന്ന് ആൻസർ എഴുതുമ്പോഴും നമ്മുടെ കുട്ടികൾക്കറിയാം ഞാൻ മണ്ണിൽ നിന്നാണ് വന്നത് എന്ന്. ആ ബോധമാണ് നമ്മൾ നയിക്കുന്നത്. എന്നാൽ ആ ബോധത്തെ തകർക്കുമാറുള്ള ചിന്തകൾക്ക് പിറകിൽ സഞ്ചരിക്കുന്നവരെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത്. ശത്രു ആവുക എന്നത് വലിയ കാര്യമല്ല. ശത്രുവിനെ നമുക്ക് നേരിടാൻ എളുപ്പമാണ്. ആരാണ് നമ്മുടെ ശത്രു എന്ന ബോധ്യമുണ്ടായാൽ അത് ഫാസിസ്റ്റുകളാവുമ്പോ അതിനെ നേരിടാൻ നമുക്ക് സാധ്യമാവുന്ന ഒന്നാണ്. എന്നാൽ ശത്രുവിനെ തിരിച്ചറിയാത്തവണ്ണം നമ്മുടെ കൂടെ എന്ന് പറഞ്ഞ് നമ്മുടെ പാഠപുസ്തകങ്ങളിൽ, ക്യാമ്പസുകളിൽ, മുദ്രാവാക്യങ്ങളിൽ, കൊടിയിൽ ഒക്കെയും തങ്ങളുടെ ഐഡിയോളജികൾ കൊണ്ടുവന്ന് വോക്ക് വൈറസിന്റെ ഐഡിയോളജി ഇന്ത്യയിലെയും കേരളത്തിലെയും ക്യാമ്പസിലേക്ക് കൊണ്ടുവരുമ്പോ അവരോട് നോ പറയാനുള്ള പ്രഖ്യാപനമാണ് MSFകാരന്റെ ഈ രാഷ്ട്രീയ ഉത്തരവാദിത്വമെന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുപിടി വെല്ലുവിളികൾ ക്യാമ്പസിലും സമൂഹ പരിസ്ഥിതിയിലും നേരിടാൻ സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അവിടെയൊക്കെയും നമ്മൾ മുന്നോട്ട് വെച്ച രാഷ്ട്രീയമുണ്ട്. ഈ ഇന്ത്യ രൂപീകരിച്ചു വരുമ്പോ എൻ്റെ മുമ്പിലിരിക്കുന്ന മുസ്ലിം ലീഗുകാർക്കപ്പുറത്തേക്ക്, അവർ സാമൂഹ്യ പാഠങ്ങളിൽ പഠിച്ച കണ്ടെത്തിയ നേരുകൾക്കപ്പുറത്തേക്ക് അവരന്വേഷിച്ച് എത്തിപ്പിടിക്കേണ്ട ചില സത്യങ്ങളുണ്ട്. അതവരെ ബോധ്യപ്പെടുത്തേണ്ട ഒരു കാലമാണ് ഈ സമ്മേളന കാലം എന്ന് എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം ലീഗുകാർ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അവരുടെ ദേശത്തിന്റെ കഥ എന്ന അന്വേഷണത്തിന്റെ ഭാഗമായി നിങ്ങൾ അവരെ പഠിപ്പിക്കേണ്ടത് നമ്മൾ എങ്ങനെ നമ്മളായി എന്നതാണ്. ഒരു ബഹുസ്വര ജനാധിപത്യ സമൂഹത്തിൽ ഇന്ത്യയിൽ ഒരു മുസ്ലിം എങ്ങനെ ജീവിക്കണമെന്ന അന്വേഷണത്തിന്റെ കാലഘട്ടമുണ്ട്. അത് പട്ടിണിയുള്ള കാലമാണ്. ഒരുപക്ഷെ ഇന്ന് മതസംഘടനകൾ പരസ്പരം സംഘർഷം ഉണ്ടാക്കുന്ന കാലമല്ലേ? അജണ്ടകൾ അവസാനിച്ച് അവർക്കിടയിൽ വൈര്യങ്ങൾ ഉണ്ടാവുന്ന കാലമാണ്. അതിനിടയിലാണ് നമ്മൾ MSFകാർ പറയേണ്ടത് ഐക്യബോധത്തോടുകൂടി പുതിയ അജണ്ടകൾ സൃഷ്ടിക്കേണ്ട കാലമാണ് MSFകാരെ നമ്മൾ മുന്നോട്ട് വെക്കേണ്ടത്. നമ്മൾ ഈ സമൂഹത്തിൽ പുതിയ കാലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ത്യ നേരിട്ട പ്രതിസന്ധികളെ ഓർമ്മപ്പെടുത്താൻ ഈ വേദിയിൽ നമ്മൾ പറഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഇന്ത്യ വിഭജിച്ച് ഇന്ത്യയിൽ ഇന്ത്യ എന്ന രാജ്യം ഉണ്ടാവുമ്പോ നമ്മുടെ മുമ്പിലേക്ക് ഒരുപാട് സാധ്യതകളൊന്നും ഉണ്ടായിരുന്നില്ല. 3 സാധ്യതകളാണ് ഇന്ത്യയിലെ മുസ്ലിമിനെ ചേർത്ത് വെക്കാൻ, രാഷ്ട്രീയപരമായി ചേർത്ത് വെക്കാൻ കഴിയുന്ന 3 ഐഡിയോളജിയാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, ഈ രാജ്യത്തിന്റെ പോരാട്ടങ്ങൾക്ക് മുമ്പ് നേതൃപരമായ പങ്കുവഹിച്ച ജവഹർലാൽ നെഹ്റുവിന്റെയും ഗാന്ധിയുടെയും നേതൃപരമായ പങ്കുവഹിച്ച ഇന്റർനാഷണൽ കോൺഗ്രസ് പാർട്ടിയാണ്. കോൺഗ്രസ് പാർട്ടി ഒരു ഭാഗത്തുണ്ട്. എന്നാൽ അവകാശ പോരാട്ടങ്ങളിൽ ഒരു മുസൽമാന്റെ അവകാശങ്ങളെ ഉന്നയിക്കാൻ സാധ്യമാവാത്ത ഒരു പാർട്ടിയായി ഒരു ഭാഗത്തുണ്ട്. മറ്റൊന്ന്, നമുക്കെല്ലാം അറിയുന്നത് പോലെ ജമാഅത്ത് ഇസ്ലാമിയാണ്. ഈ രാജ്യത്തിനോട് ചേർത്ത് വെപ്പ്, ഈ രാജ്യത്തിന്റെ ഭാഗമായുള്ള ജോലി, ഈ രാജ്യത്തിന്റെ ഭാഗമായൊക്കെയും നമുക്ക് അനുവദിക്കാനോ പങ്കെടുക്കാനോ സാധ്യമല്ലെന്ന് പ്രഖ്യാപിച്ച ഒരു ഐഡിയോളജി. ആ ഐഡിയോളജി കഴിഞ്ഞ 15 വർഷങ്ങൾക്ക് മുമ്പ് പോലും ഈ രാജ്യത്തിന്റെ സംഹിതയോട് ചേർന്ന് നിൽക്കുമ്പോ അത് നമ്മൾക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിനപ്പുറത്തേക്ക് നമുക്കങ്ങ് സ്വർഗത്തിന്റെ അടുക്കലേക്ക് പോവാൻ കഴിയില്ലെന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രഖ്യാപനമാണ്. മൂന്നാമത്തെ ഒന്ന്, ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് മുന്നോട്ട് വെച്ച നമ്മളുടെ ഐഡിയോളജിയാണ്, മുസ്ലിം ലീഗ് എന്ന ഐഡിയോളജിയാണ്. അത് പറഞ്ഞത് സാമൂഹികവും സാംസ്കാരികവുമായ ഒരു ഔന്നത്യമായി ഈ സംഘബോധത്തെ ഉണർത്തിക്കൊണ്ടുവരിക, വിശ്വാസപരമായ ആചാരാനുഷ്ഠാനങ്ങളിൽ ജീവിക്കാനുള്ള സുരക്ഷിത ബോധം അവരുണ്ടാവുക, അവരുടെ സമ്പത്ത് സംരക്ഷിക്കപ്പെടുക, അവരുടെ വ്യക്തി ജീവിതത്തിൽ സംശുദ്ധമായ ഇടപെടൽ സാധ്യമാവുന്ന ഒരു സാഹചര്യം ഒരുക്കുക. ഇങ്ങനെ കഴിയുന്ന ഒരു സാമൂഹിക അന്തരീക്ഷം കൊണ്ടുവരാൻ ആർക്കാണ് സാധിക്കുക? ആ ചോദ്യത്തിന് മുമ്പിൽ ഇന്ത്യയുടെ മുസൽമാന്റെ ശബ്ദമായി ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് പറഞ്ഞത് നമ്മൾ ഒരുമിച്ച് നിൽക്കുക എന്നാണ്. ആ പ്രഖ്യാപനത്തിന്റെ കൂടെ ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർ ചേർന്ന് നിന്നു. ഇന്നത്തെ അനുകൂലമായ ഒരു സാഹചര്യവും ഇല്ല എന്ന് അറിയാലോ. നമുക്ക് പട്ടിണിയാണ്, പരിവട്ടമാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഉറി എന്ന് പറയുന്ന സംവിധാനമുണ്ട്. നമ്മുടെ അടുക്കളയുടെ അടുത്ത് എന്റെയൊക്കെ വീട്ടിലൊക്കെ സ്വാഭാവികമായി അന്തരാളത്തിൽ ഉണ്ടാവുന്ന ഒരു സാധനമാണ് ഉറി എന്ന് പറയുന്നത്. പലർക്കും അറിയാം. ഉറിയിൽ ഒരു പിടി അരി കിട്ടുമ്പോ ബാക്കിയാവുമ്പോ അത് കൊണ്ടുപോയി ഉറിയിലിടും. എന്തിനാണത്? പട്ടിണിയുള്ള ദിവസം വരുമെന്നറിയാം. നമുക്ക് എത്ര പേർക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ട്? ഇന്ന് ഒരു മൊബൈൽ ഫോണിൽ മാസങ്ങൾക്കും വർഷങ്ങൾക്കുമായി റീചാർജ് ചെയ്യുന്ന കാലമാണ്. മൊബൈൽ ഫോണിൽ പോലും 1ഉം 2ഉം വീടുകൾ മാറിയെടുക്കുന്ന കാലമാണ്. മാറിയെടുക്കാൻ വസ്ത്രങ്ങൾ, കളിക്കാനൊന്ന്, കല്യാണത്തിനൊന്ന്, നോർമലായി യൂസ് ചെയ്യാനൊന്ന്, പള്ളിയിൽ പോവാനൊന്ന്, ഇത്രമേൽ സാധ്യമായ ഒരു തലമുറയായി നമ്മൾ മാറിയിരിക്കുന്നു. എന്നാൽ ഇതൊന്നും ഇല്ലാത്ത ഒരു കാലത്ത്, പട്ടിണിയുള്ള ഒരു കാലത്ത്, അന്നത്തെ പ്രതിസന്ധികളെ മുഴുവൻ
കണ്ടു നിൽക്കുമ്പോഴും അവരോട് എല്ലാ തെരുവുകളിലും വന്ന് ഇസ്മായിൽ സാഹിബും ഓർമ്മപ്പെടുത്തിയത്, നിങ്ങൾ ഒരുമിച്ച് നിൽക്കുക. നമ്മൾ ഈ പള്ളികളിലേക്ക് സംഭാവന നൽകുമ്പോൾ പഴയ കാലത്ത് നമ്മളൊക്കെ നമ്മുടെ പറമ്പുകളിൽ വഖഫായി, നമ്മുടെ വീടുകളിലുള്ള ഈ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ കാണാറുണ്ടല്ലോ, തെങ്ങ് വഖഫായി കൊടുക്കും. എന്തിനാത്? സമ്പത്ത് സമൃദ്ധമായുള്ള കൈയല്ല ആരുടേതും. ഞാൻ എരഞ്ഞിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. സമ്പത്ത് സമൃദ്ധിയായി ഇല്ലാത്ത ഒരു കാലം സാധാരണക്കാർക്ക് ഉണ്ടായിരുന്നു. ആ ഒരു കാലത്ത് നിന്നും നമ്മൾ വഖഫായി നമ്മളുടെ വീട്ടിന്റെ മരങ്ങൾ, ഈ തെങ്ങുകൾ കൊടുക്കുന്ന കാലം. ആ കാലത്ത് അതിന്റെ വിഭവങ്ങൾ ഓരോന്നായി ശേഖരിച്ചിട്ട് നിങ്ങൾ പാർട്ടിക്ക് വേണ്ടി, സ്ഥാപനങ്ങൾക്ക് വേണ്ടി കൊടുക്കൂ എന്ന CH-ന്റെ പ്രസംഗം എത്രമേൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്ക്, ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കുമ്പോ അതിന്റെ തെരുവിൽ നിന്നും ആ ജനങ്ങളെ മുഴുവൻ നോക്കി നിന്ന് CH പറഞ്ഞത്, നിങ്ങളുടെ പറമ്പിലെ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്ന് ഈ സമുദായത്തെ സമുദ്ധരിക്കാൻ കൊണ്ടുവരൂ എന്നാണ്. നിങ്ങൾ നോക്ക്, നാണയത്തൊട്ടുകൾ ചേർത്ത് വെക്കാൻ കഴിയാത്ത, ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി സൗകര്യമില്ലാത്ത ഒരു സമുദായത്തിന്റെ പ്രശ്നമാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഇന്ന് എവിടെ എത്തി? ഇന്ന് ക്യാമ്പസുകളിൽ മുഴുവൻ നിറഞ്ഞാടുന്ന നമ്മുടെ കുട്ടികൾ, അവർ ഭരിക്കുകയും നയിക്കുകയും ചെയ്യുന്ന ക്യാമ്പസ് ഇന്ത്യയിലുണ്ട്. ഇന്ത്യയിലെമ്പാടുമുള്ള യൂണിവേഴ്സിറ്റിയിൽ ഇന്ന് MSF-കാരന്റെ സാന്നിധ്യമുണ്ട്. വെറുതെ സാധ്യമായതാണോ? അല്ലല്ലോ. നമ്മുടെ ഈ സമുദായം ഒരുപാട് മനുഷ്യരുടെ വിയർപ്പുകൾ, സമ്പാദ്യങ്ങൾ ഒക്കെയും എല്ലാം പുൽകിയാണ് നമ്മൾ നേടിയത്. ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ നാട്ടിൻ പുറത്തു നിന്നാണ്. ഈ മണ്ണിനൊരു പ്രത്യേകതയുണ്ട്. നമ്മളുടെ പാണ്ഡികശാല ദൂരെയൊന്നുമല്ലല്ലോ. കോട്ടയത്തങ്ങാടി ചരിത്രം പരിശോധിച്ചാൽ കോട്ടയത്തങ്ങാടിയുടെ തെരുവിൽ എങ്ങനെയാണ് അങ്ങാടി നിയന്ത്രിക്കപ്പെട്ടത് എന്ന് ചരിത്രം നമ്മൾ അന്വേഷിക്കണം. ഈ നാട്ടിലെ സാധാരണക്കാരായ ഓരോ മനുഷ്യരിലും കച്ചവടം എങ്ങനെയാണ് തങ്ങളോട് ചേർത്ത് വെക്കുന്നതെന്ന രാഷ്ട്രീയത്തെ ഈ MSF-കാരന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി നിൽക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മൾ ഈ പരിസര പ്രദേശങ്ങളിലെ ഓരോ ഇടങ്ങളിൽ നിന്നും വിഭവങ്ങൾ ശേഖരിക്കും. എല്ലാ വിഭവങ്ങളും കൊണ്ടുപോയി കോട്ടയത്തങ്ങാടിയിലും തലശ്ശേരിയിലെ പാണ്ഡികശാലയിലും കൊണ്ടുപോയി വെക്കും. ലോകത്തെ വ്യത്യസ്ത മേഖലയിൽ നിന്നും വരുന്ന കച്ചവടക്കാർ അവർ കത്ത് മുഖേന, അവർ കപ്പൽ മുഖേന അവർ ഓഫറുകൾ നൽകും. ആ ഓഫർ പ്രകാരം തങ്ങൾ ശേഖരിച്ച ഉൽപ്പന്നങ്ങൾ പാണ്ഡികശാലയിൽ നിന്നും ആ കപ്പലിൽ കൊണ്ടുപോയി കൊടുക്കും. എപ്പോഴാണോ അവിടെ എത്തുന്നത്, അവിടെ നിന്ന് പണം നമുക്ക് തിരിച്ചു ലഭിക്കുന്നു. ഇത് വളരെ ഏറ്റവും പ്രയാസകരമായ, അപകടകരമായ, കച്ചവടത്തിൽ റിസ്കായ ഒരു ചിന്തയാണ്. ഈ നാടങ്ങനെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൻപുറകിലെ പുതിയ വിദ്യാർത്ഥികളോട് പഠനത്തോടൊപ്പം നമ്മുടെ ബ്ലഡിൽ ചേർന്ന് നിന്ന കച്ചവടം ചെയ്യുക തന്നെ ചെയ്യണം. അത് നമ്മൾക്ക് ആത്മവീര്യം ചേർത്ത് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചരിത്രബോധത്തിന്റെ ഭാഗമാണ്. ഇങ്ങനെ ഓരോ വിഷയത്തിലും MSF-കാരൻ പുതിയ കാലത്ത് ചിന്തയോടൊപ്പം ചേർത്ത് നിൽക്കേണ്ട സാഹചര്യം നമുക്കുണ്ട്. നമ്മുടെ ജീവിത സാഹചര്യത്തിൽ കഴിഞ്ഞുപോയ നാളുകളിൽ നമ്മളിൽ പുതിയ ക്യാമ്പസ് ചിന്തയിൽ നിന്നും ചേർത്ത് വെക്കേണ്ട ഒന്ന്, ക്യാമ്പസിൽ പുതിയൊരു ചിന്തയുണ്ട്. നമുക്കൊക്കെ അറിയുന്നത് പോലെ 23 ക്രോമോസോം ചേർന്നാണ് ഒരു പുതിയ കുട്ടി ഉണ്ടാവുന്നത്. എല്ലാവർക്കും അറിയാലോ. 46 ക്രോമോസോം ചേർന്ന് ഒരു പുതിയ കുട്ടി ഉണ്ടാവുന്നു. ക്യാമ്പസിലെ യൂണിവേഴ്സിറ്റിയിലെ ഞാൻ നേരത്തെ പറഞ്ഞ വോക്കോ വൈറസിന്റെ ചിന്ത എന്താണ്? ആ ചിന്തയിൽ പറയുന്നത് ജനിച്ചു വീഴുന്നതോടുകൂടി അയാൾ വേർപെട്ടു എന്നാണ്. എന്നാൽ ഞങ്ങൾ പറയുന്നത്, സയൻസ് പറയുന്നത് അങ്ങനെയല്ല. നമ്മൾ ഒരു തലമുറയിൽ സംശീകരിച്ചതിന്റെ തുടർച്ചയുണ്ടാവും എന്നാണ്. വായിച്ചു ചീർത്തതിന്റെ തുടർച്ചയുണ്ടാവും, പറഞ്ഞു ചീർത്തതിന്റെ തുടർച്ചയുണ്ടാവും. പറഞ്ഞതിന്റെ തുടർച്ച, വായിച്ചു ചീർത്തതിന്റെ തുടർച്ച, ഇതൊക്കെയും ഒരു തലമുറയിൽ നിന്നും അടുത്ത തലമുറയിലേക്ക് വരും. ഞാനാണെന്ന് പറയേണ്ടത് ഞാനല്ല, എന്നിൽ ജൈവികമായ മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ ജന്മന അത് പറയേണ്ടതാണ്. എന്നതുപോലെ ഉപ്പയുണ്ടെന്നും ഉമ്മയുണ്ടെന്നും കുടുംബമുണ്ടെന്നുമുള്ള ബോധം ഈ സമൂഹത്തെ ഉണർത്തേണ്ട കാലമാണ്. അങ്ങനെ ഐക്യബോധത്തോടു കൂടി ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധ്യമാവണം. ഇന്ന് പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം നമുക്കറിയാം, ബാബരി മസ്ജിദിന്റെ ധ്വംസനം നമ്മളെ വേദനയോടെ കണ്ട ഒരു കാലമാണ്. അത് കഴിഞ്ഞു. അതുകൊണ്ട് മാത്രം അവസാനിച്ചില്ലെന്നും രാഷ്ട്രീയം ഇതുവരെ ഇന്ത്യയിൽ സാധ്യമായതൊക്കെയും ചെയ്യാൻ പരിശ്രമിച്ച ഫാസിസ്റ്റുകൾക്ക് മുമ്പിലേക്ക് പുതിയ അജണ്ടയുമായി വരുന്ന കാലമാണ്. കഴിഞ്ഞ ദിവസമാണ് പൊട്ടിക്കരഞ്ഞ ദുഷ്യന്തവയെ നമ്മൾ കാണുന്നത്. ഈ രാജ്യം മുഴുവൻ വിറങ്ങലിച്ചു നിൽക്കുന്ന കാഴ്ചയാണത്. ദവയുടെ കരച്ചിൽ. ആരാണ് ദവ? ദവ ഇന്ത്യയിലെ പരമോന്നത നീതിപീഠത്തിലെ പോരാട്ട നായകനായി ഈ ഒരു വക്കീൽ പെർഫോം ചെയ്യുന്ന ഒരു വക്കീലാണ്. അദ്ദേഹത്തിന്റെ പോരാട്ടം നമ്മൾ നിരന്തരമായി വാച്ച് ചെയ്യുകയും വായിക്കുകയും ചെയ്യുന്നതാണ്. എന്നാൽ കരൺ താപ്പറുമായുള്ള ദവയുടെ ഇന്റർവ്യൂവിൽ ദവ പൊട്ടിക്കരഞ്ഞു പോകുന്ന വാചകം ഇതാണ്: ഞാൻ ഈ രാജ്യത്തിന്റെ അവസ്ഥയോർത്ത് വിലപിക്കുകയാണ്, ഞാൻ ഏറെ പ്രതിസന്ധിയിൽ നിൽക്കുകയാണ്. പ്രിയപ്പെട്ട പൂന്തോട്ടം വേദിയിൽ വരുന്നുണ്ട്.
വളരെ വളരെ വിശദമായി അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വയറിൽ ആ ഇന്റർവ്യൂ കാണാം. ദവ പറയുന്നത് ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യം അപകടകരമാവുന്ന വിധത്തിലേക്ക് എത്തിച്ചത് DY ചന്ദ്രചൂഡ് എന്ന് പറയുന്ന നമ്മളുടെ ഈ രാജ്യത്ത് ഉണ്ടായിരുന്ന മുൻ ഈ നേതൃപരമായ പങ്കുവഹിച്ച ആളാണ്. അങ്ങനെ ഒരാൾ മുന്നോട്ട് കൊണ്ടുവച്ച ഒരു വിധിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ വീണ്ടും ഭയാനകരമായ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഞാൻ ഈ രാജ്യത്തിന്റെ ഭാവിയോർത്ത് വിലപിക്കുകയാണ്. ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥയോർത്ത് വിലപിക്കുകയാണ്. അവരുടെ വേദന കാണാതിരിക്കാൻ സാധ്യമല്ല എനിക്ക്. അതുകൊണ്ട് അവരുടെ കൂടെ നിൽക്കുക എന്ന രാഷ്ട്രീയത്തെ ചേർത്ത് വെക്കാൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ പറയുന്നത് ഇതിനേക്കാൾ പ്രതിസന്ധികൾ നമുക്കുണ്ടാവുമെന്നറിയുമായിരുന്നു. ഈ രാജ്യത്തെ ജനാധിപത്യ പോരാട്ടത്തിന്റെ കൂടെ ഇന്ത്യയിൽ നിൽക്കാൻ തീരുമാനിക്കുന്ന മുസ്ലിം ലീഗുകാരന്റെ രാഷ്ട്രീയ പ്രഖ്യാപനം നിങ്ങൾ ഓർത്തു നോക്ക്. നിങ്ങൾ ഈ രാജ്യത്തിന്റെ പോരാട്ട ഭൂമികയിൽ ഭരണഘടന ഉയർത്തിപ്പിടിച്ചിട്ട് ഈ രാജ്യത്തിന്റെ പോരാട്ടങ്ങളുടെ കൂടെ ഞങ്ങളുണ്ടെന്ന്, ഞങ്ങളുടെ ദൗത്യം ഞങ്ങൾ നടത്തുമെന്ന്, ഞങ്ങളുടെ നന്മ ഞങ്ങൾ ചേർത്ത് പിടിക്കുമെന്ന്, ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം ഞങ്ങൾ ചെയ്യുമെന്ന്, ഞങ്ങളുടെ സമ്പത്ത് കാത്തുസൂക്ഷിക്കാൻ പോരാടുമെന്ന് അന്ന് ഭരണഘടനയിൽ എഴുതി ചേർക്കാൻ പോരടിച്ച നേതാക്കന്മാരാണ് ഈ പാർട്ടി ഉണ്ടാക്കിയത്. ഇന്നും അതിന്റെ ബലത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഒരുപടി ചേർത്ത് വെക്കാൻ പ്രിയപ്പെട്ട MSFകാരുടെ മുമ്പിൽ ഞാൻ പറയുന്നു, എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും. ഞാൻ പ്രിയപ്പെട്ട MSFകാർ സോഷ്യൽ മീഡിയയിൽ കാണുന്ന വാർത്തകൾ നമുക്കറിയില്ലേ? ഇസ്രായേൽ ഒരുപാട് അക്രമങ്ങൾ ഫലസ്തീനിൽ നടത്തുന്നു. ഫലസ്തീന്റെ അക്രമത്തിനിടയിൽ ഒരു വീഡിയോ ഞങ്ങൾ കാണുകയുണ്ടായി. റിയ എന്നാണ് ആ കുട്ടിയുടെ പേര്. ഇതുപോലൊരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ആ കുട്ടി ബ്ലോഗ് ചെയ്യുകയാണ്. ആ ബ്ലോഗിൽ ആ കുട്ടി നമ്മളൊക്കെ ഈ ദോശയൊക്കെ മറച്ചിടുന്നത് പോലെ ആ കുട്ടി ബ്ലോഗിൽ തന്റെ ഈ ഉപകരണം വെച്ച് ചട്ടോൻ വെച്ച് ദോശ മറച്ചിടുന്നത് പോലെ ഏതോ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുകയാണ്. പെട്ടെന്നൊരു ബോംബ് സ്ഫോടനം നടക്കുകയാണ്. കുട്ടി ഒന്ന് ചെരിഞ്ഞു. ബോംബ് സ്ഫോടനം നടന്നതിന് ശേഷമുള്ള പുക നമുക്ക് കാണാം. പക്ഷേ ആ സെക്കൻഡ് കഴിഞ്ഞ് വീണ്ടും അതൊരു ബോംബാണ്. തുടർന്ന് വീണ്ടും ആ കുട്ടി ബ്ലോഗ് ചെയ്യുകയാണ്. എത്ര പ്രതിസന്ധിയാണ്. നമുക്കൊക്കെ ഒരു പക്ഷേ ബോംബ് അറിയാം. ഇത് നമ്മളൊക്കെ പുറത്തൊക്കെ പോയാൽ ഈ ബോംബുള്ള നാട്ടിൽ നിന്നല്ലേ എന്ന് നമ്മോടൊരു വീര്യം അവർക്കൊക്കെ സ്നേഹം തോന്നും. അതൊക്കെയുണ്ട്. എന്നാൽ ഈ ഫലസ്തീന്റെ മണ്ണിലെ ആ കുട്ടി ഏതൊക്കെ പ്രതിസന്ധിയിലാണ് ജീവിക്കുന്നത്. ലോകത്ത്, സിറിയയിൽ, മറ്റനേകം രാജ്യങ്ങളിൽ ന്യൂനപക്ഷമായി നിൽക്കുന്ന സമൂഹത്തെ ആക്രമിക്കപ്പെടുമെന്നറിയാം. അതറിഞ്ഞു തന്നെ നമ്മൾ ഈ സമൂഹത്തിൽ ഒരുമിച്ച് നിൽക്കുകയാണ്. എന്ത് പ്രതിസന്ധികൾ ഉണ്ടായാലും മടിയില്ലാതെ പൊരുതുന്നുമെന്ന് പ്രഖ്യാപിച്ച മുന്നോട്ട് പോക്കാണ് വിശ്വാസം എന്ന് പറയുന്നത്. സംരക്ഷിക്കപ്പെടുമെന്ന തോന്നലല്ല, ഭയപ്പെടുമ്പോഴും തൗഹീദോടെ നിൽക്കുമ്പോഴാണ് അത് അംഗീകാരമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. അതാണ് അള്ളാഹുവിന്റെ അടുക്കൽ നമ്മളെ കാത്തിരിക്കുന്നത്. ഒരു ബഹുസ്വര സമൂഹത്തിൽ വിശ്വാസപരമായ അജണ്ടകൾ മുന്നോട്ട് വെച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. പ്രതിസന്ധികൾ ഉണ്ടാവുമെന്ന് നമുക്കറിയാം. എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും ഒറ്റപ്പെട്ടു പോവരുതാരും എന്ന് ലീഗ് ഓർമ്മപ്പെടുത്തുകയാണ്. ഏത് പതാക വിജയിച്ച് ഈ വഴികളിലൂടെ സഞ്ചരിച്ച് മുദ്രാവാക്യം വിളിച്ചു പോയാലും, നമ്മൾ ആർക്കൊക്കെ വോട്ട് ചെയ്താലും നമുക്കറിയാം, നമുക്ക് നമ്മളേ ഉള്ളൂ. ഈ പതാക പിടിച്ചല്ലാതെ നമുക്ക് വിജയ വഴിയിലേക്ക് പോകാൻ സാധ്യമല്ല. ഒരു അഭിമാനകരമായ ജീവിതം ഖായിദെ-മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് നമുക്ക് തന്നു. സിദി സാഹിബ് നമുക്ക് പകർന്നു, നമുക്ക് ചേർത്ത് വെച്ചു. ആ പതാകയുമായി വരും നാളുകളിൽ ഒരു തലമുറക്ക് കൈമാറേണ്ട ഉത്തരവാദിത്തം ഈ തലമുറയിൽ അധിഷ്ഠിതമാണ്. ഞങ്ങൾ MSFകാരെ പറയുന്നു, ഈ പതാക ചേർത്ത് വെച്ചുണ്ടാവുന്ന രാഷ്ട്രീയത്തിന്റെ ഔന്നത്യം അനുഭവിക്കുന്നവരാണ് ഞങ്ങൾ. ഓരോ ക്യാമ്പസിലും സ്കൂളുകളിലും മാത്രമല്ല, ഞങ്ങളുടെ ചിന്തയിൽ വരെ ഈ പതാകയാൽ സാധ്യമായ ഒരു ഔന്നത്യബോധമുണ്ട്. ആ ബോധത്തെ ചേർത്ത് വെച്ച് പറയട്ടെ, വരും നാളുകളിലും പ്രതിസന്ധികളേറെ ഉണ്ടായാലും ഈ പതാക ചേർത്ത് വെച്ച് ഈ തെരുവിലൂടെ മുദ്രാവാക്യം വിളിക്കുന്ന ആയിരങ്ങളിൽ ഞങ്ങൾ ഈ കൂട്ടം ചേർന്ന് നിൽക്കുക തന്നെ ചെയ്യും. ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ ഇന്നലകളിലെ പാവപ്പെട്ട മനുഷ്യർ അനുഭവിച്ച പ്രയാസങ്ങളെ ഞങ്ങൾ തിരിച്ചറിവുണ്ട്. അതിൽ എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും ഞങ്ങൾ ചേർത്ത് വെക്കും. ഞങ്ങൾ ഈ രാജ്യത്തിന്റെ മുന്നോട്ട് പോക്കിന് ഒരുമിച്ച് നിൽക്കാൻ തീരുമാനിച്ചവരാണ്. പ്രതിസന്ധി ഉണ്ടാവുമെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ഈ രാജ്യത്തിന്റെ പോരാട്ടങ്ങളിൽ തുച്ഛമാണെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ഈ പോരാട്ടത്തിന് മുന്നിൽ നിൽക്കുമെന്ന് പറഞ്ഞവരാണ്. ഞങ്ങളെ തള്ളിയവരോട്, പിന്തള്ളിയവരോട്, മാറ്റി നിർത്തിയവരോട് ഞങ്ങൾക്ക് വെറുപ്പില്ല കേട്ടോ. ഞങ്ങൾക്ക് രാഷ്ട്രീയ ബോധമുണ്ട്. വാർത്തകൾ കാണാറില്ലേ ഞങ്ങൾ അവഗണിച്ചവരെന്ന്, ഞങ്ങൾ തള്ളിപ്പറഞ്ഞവരെന്ന്, ഞങ്ങളെ പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊള്ളാത്തവരെന്ന് ഞങ്ങൾക്കൊക്കെ അനുഭവങ്ങളുണ്ട്. ക്യാമ്പസ് തെരഞ്ഞെടുപ്പുകളിൽ പോലും അതുണ്ടാവാറുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഈ ന്യൂനപക്ഷ വിദ്യാർത്ഥി സമൂഹം എന്ന നിലയിൽ ഞങ്ങൾക്കൊരു ബോധമുണ്ട്. അത് ഈ രാജ്യത്തിന്റെ നിലനിൽപ്പ്
ന്യൂനപക്ഷത്തിന്റെ അവിഭാജ്യമായ അവരുടെ ഒരു ചിന്തയുണ്ട്, ഞങ്ങൾ സുരക്ഷിതരാണെന്ന്. ഞങ്ങൾക്ക് ഇൻസെക്യൂരിറ്റി ഇല്ല, ഞങ്ങളുടെ കൂടെ ലീഗ് ഉണ്ടെന്നുള്ള ചിന്ത. ആ ചിന്ത ഞങ്ങൾ പകരുക തന്നെ ചെയ്യും. അതിലൂടെ പുതിയ സമൂഹത്തിന് മനോഹരമായ ഒരു റിപ്പബ്ലിക്കൻ കാലം ഞങ്ങൾ നേടിയെടുക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒറ്റ കാര്യം, പ്രിയപ്പെട്ട MSF-കാരെ, എന്തൊക്കെ ഒളിയ അജണ്ടകൾ നമുക്കിടയിൽ കൊണ്ടുവന്നാലും, ഏതൊക്കെ താല്പര്യത്തിന്റെ പുറത്ത് സംഘടനകൾ മുറിഞ്ഞില്ലാതായി നമ്മളെ പരസ്പരം ഭിന്നിച്ചു നിൽക്കാൻ പ്രേരിപ്പിച്ചാലും ഇല്ല, നമുക്ക് ഭിന്നതയുടെ രാഷ്ട്രീയം ഇല്ല. നമ്മൾ ഒരുമിച്ച് നിൽക്കും. അതിൽ ഏത് സംഘടനക്കാരനും ഏത് മതസംഘടനകളെ ഇഴകീർത്തി പരിശോധിക്കുന്നവരെയും നമ്മുടെ മുമ്പിൽ നമുക്കില്ല. നമുക്കുള്ളത് മുസ്ലിം ലീഗ് എന്ന ഉമ്മത്തിന്റെ പതാകയാണ്. ആ പതാക ഞങ്ങൾ ചേർത്ത് പിടിക്കും. ആർക്കു വേണ്ടി? നമുക്ക് വേണ്ടിയല്ല കേട്ടോ, അടുത്ത തലമുറയ്ക്ക് വേണ്ടി. അതിനുവേണ്ടി MSF-കാരെ സജ്ജമാക്കുന്ന പോരാട്ടത്തിൽ ഈ നാട് കൂടെ നിന്നിട്ടുണ്ട്. നിങ്ങളോട് നന്ദിയുണ്ട്. എരഞ്ഞിൻ്റേൽ എന്ന് പറയുന്നത് അഭിമാന സ്ഥലമാണ്. ഞങ്ങളുടെ പോരാട്ടങ്ങൾക്ക്, ചിന്തകൾക്ക് പൂർണ്ണാർത്ഥത്തിൽ പിന്തുണ തരുന്ന നാടാണ്. ഈ നാടിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ പോരാട്ടങ്ങൾക്കും മുന്നിൽ തന്നെ ഉണ്ടാവുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ കാലം എന്ന MSF-ന്റെ എരഞ്ഞിങ്കിൽ ശാഖാ കമ്മിറ്റിയുടെ പരിപാടിയുടെ ഉദ്ഘാടനം എല്ലാ നേതാക്കന്മാരുടെയൊക്കെ സമ്മതത്തോടു കൂടി നിർവഹിച്ച് നിർത്തുന്നു. ജയ് ഹിന്ദ്.